എന്റെ പുറകെ ഇത്രയും നാൾ നടന്നല്ലേ. തന്റെ കാര്യം പരിഗണിക്കണമെങ്കിലേ തനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. അല്ല, പിന്നെ പറഞ്ഞാ മതി. ഇല്ല, പിന്നെ പോരാ, ഇപ്പൊ തന്നെ പറയണം. അല്ല, എനിക്ക് തൻ്റെ ഉണ്ടെന്നും തെളിയിക്കണല്ലോ. ബാ. എനിക്ക് ധൈര്യം ഉണ്ടോന്ന് എനിക്കറിയണം, അത്രല്ലേ ഉള്ളൂ. മമ്മി ഒന്ന് വന്നേ. എന്താടാ? ഏ അല്ല, ഇപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അല്ല, മമ്മിയോട് ഒറ്റയ്ക്ക് നിൽക്കണോണ്ടിപ്പോ ഞാൻ ജസ്റ്റ് ചുമ്മാ വിളിച്ചതാ. മമ്മി ഓക്കെ അല്ലേ? അർജുൻ, മമ്മി ഓക്കെയാണ്. അല്ല, ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോ ഇവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നാണോ? അതെനിക്കറിയാൻ പാടില്ല. ഇവരെന്താ ഇവിടെ? ആ, നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞാ വിശ്വസിക്കോ? പിന്നെന്തിനാ പറയുന്നേ? നീ എന്താ പുറകുറക്കുന്നേ? അഞ്ജു, നിന്നോടാ ചോദിച്ചത്. ഞാൻ വെറുതെ വന്നതാ മായമ്മ. നീയോ? ഞാനിതിലെ വെറുതെ അങ്ങോട്ട് പോയതാ. എന്നാ നിങ്ങളെല്ലാരും നിങ്ങളുടെ കാര്യം നോക്കി പോ. മോനെ അർജുൻ, മമ്മിയെ ഡോക്ടർ മാത്യുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോൻ അടുത്ത ആഴ്ച ഒന്ന് അങ്ങോട്ട് ചെല്ല, പ്രാക്ടീസ് തുടങ്ങ്. അല്ല മമ്മി, ഞാൻ പോയി കഴിഞ്ഞാൽ വലിയമ്മച്ചിക്ക് പിന്നെയും വിഷമാവില്ലേ? അർജുൻ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, അതൊക്കെ വല്യമിച്ച് ക്ഷമിച്ചോ. മോൻ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ശരി മമ്മി. ശരി. ആ, ഇതാര്? സഹോദരനാ? ഇയാൾ ഇത്രയും തൻ്റെ ഉള്ളവനാന്ന് ഞാൻ അറിഞ്ഞില്ല. വല്ലാത്തൊരു ധൈര്യം തന്നെ. അത് പിന്നെ മമ്മീനെ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ പതറിപ്പോയി. എടോ, സ്വന്തം മമ്മിയുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവനെ ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? പ്രേമിക്കാൻ പോകുന്ന ചെക്കന് ഒരു മിനിമം ധൈര്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? പറ, ഉണ്ടോ? രണ്ടുപേരും ഇവിടെ ഉണ്ടാ? വെറുതെ അല്ല അവൻ കിച്ചണിൽ കിടന്ന് ചുറ്റിപ്പറ്റി കളിക്കുന്നത്. ത്രിവേണി ഉണ്ടല്ലോ. കിഷോറേട്ടാ, ഓ, ഒരു പെൺകുട്ടി സ്നേഹിക്കാൻ പോകുന്ന ചെക്കന് കുറച്ചെങ്കിലും ധൈര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. കുറച്ച് തൻ്റെ ഉള്ള പെണ്ണിനെ ഒരു ചെക്കന് ഇഷ്ടം തോന്നുന്നതിലും വലിയ തെറ്റില്ല അല്ലേ? പൊതുവെ പയ്യന്മാർക്ക് ഇഷ്ടം കുറച്ച് തൻ്റെ ഉള്ള പെണ്ണുങ്ങളെ. ഇവിടുത്തെ പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തൽക്കാലം സഹോദരൻ ചെല്ല്. മോളെ, ഹോസ്പിറ്റലിൽ വിളിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച സ്ഥലം വിടും. അപ്പൊ കിഷോറേട്ടൻ പറഞ്ഞ പോലെ സഹോദരൻ പോയി ജോലി ചെയ്യ്, എന്നെ വിട്ടേക്കപ്പ.
ചിരിക്കാൻ? അവിടെ നീ എന്താ വിളിച്ച് സഹോദരാന്നാ? സഹോദരൻ അപ്പാ ചൊറിഞ്ഞേറ് തന്നെ കേട്ടോ. അവൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി പിന്നെ ഞാനിത് ആരെ കാണിക്കാതെ തങ്ങി കിടക്കണത്. അയ്യോ ഊരണ്ട വച്ചോ, ഇനി ആവശ്യം വരും. കളിയാക്കടി കളിയാക്കി. പിന്നല്ലാതെ 2 ദിവസം ഒരു ഐഡിയ വർക്കൗട്ട് ആയെന്ന് കരുതി എല്ലാ ദിവസവും വർക്കൗട്ട് ആവണോ? ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങള് മാറിത്തരാ. രണ്ടും കൂടെ ഒന്ന് പോവാവോ? അച്ഛാ, അച്ഛനേതോ വലിയ പ്ലാൻ ആലോചിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലേ? ഇപ്പൊ ചെറിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വർക്കൗട്ട് ആവുന്ന നോക്കട്ടെ. അച്ഛൻ മാമയുടെ അടുത്ത് വഴക്കിടാൻ പോവാണോ? എന്നാൽ അവള് സത്യം പറയും. ആ പ്ലാനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ പറയുന്നു. ആ അതൊക്കെ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അച്ഛാ, അച്ഛനാണ് കുറ്റം ചെയ്തതെന്ന് അച്ഛൻ സമ്മതിക്കണം. എങ്ങനെ? എടി നീ ഒന്ന് പോയേ. അച്ഛാ, ഞാൻ പറയുന്ന മുഴുവൻ ഒന്ന് കേക്ക്. അച്ഛനാണ് തെറ്റ് ചെയ്തതെന്ന് സമ്മതിച്ച് അമ്മയോട് ക്ഷമ പറയണം. വരാൻ പോകുന്ന കേസും അച്ഛൻ ഏറ്റോളാന്ന് പറഞ്ഞാ അമ്മ അച്ഛനോട് ക്ഷമിക്കും. പിന്നല്ലാണ്ട് അവളുടെ ഒരു ഐഡിയ. ആ ഞാൻ പറയണത് പറഞ്ഞു. അച്ഛൻ തെറ്റ് ഏറ്റു പറഞ്ഞാ അമ്മ ചിലപ്പോ ക്ഷമിക്കും, അതെനിക്ക് ഉറപ്പാ. അപ്പൊ കേസ് വിളിക്കുന്നവരെ നമുക്ക് സത്യം തെളിയിപ്പിക്കാൻ സമയമുണ്ട്. വേണമെങ്കിൽ ഐഡിയ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. ഇപ്പൊ തൽക്കാലം ഈ ഐഡിയ വേണ്ട. ആ എന്നാ വേണ്ട, വിട്ടേക്ക്. ഇതൊന്നും വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യണ്ടേ. മായ തന്നെ എല്ലാരോടും വിളിച്ചു പറയും അവള് തന്നെയാണ് ആവണിയുടെ ജോലി കളഞ്ഞത്. അച്ഛൻ കോൺഫിഡന്റ് ആണോ? അതെ. ആ ഞാൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് പ്രൊസീഡ്. ഇനി അച്ഛന്റെ ഐഡിയ എന്താണെന്ന് പറയാമോ? ഇല്ല, നേരിട്ട് കണ്ടാ മതി. മായാവതി വാലും ചുരുട്ടി കൂടും, ഞാനും ആവണിയും ഒന്നിക്കും. മായേ, എന്താടാ? എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനൊരു ചതിയുണ്ടെന്ന് മനസ്സിലായത്. പ്രകാശ, നിനക്കറിയോ നമ്മുടെ അച്ഛനമ്മക്ക് ഇത്ര കടബാധയുള്ള കാര്യം? ഇല്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും നിനക്കതിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാണ് അമ്മ ഇവൾക്ക് ഈ വീടിന്റെ പകുതി എഴുതി കൊടുത്തത്? എനിക്കറിയാം നീ എൻ്റെ അച്ഛനമ്മേനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ചാണ്. പാവം എൻ്റെ അച്ഛനും അമ്മയും നിന്നെ പേടിച്ചാണ് ഈ വീടിന്റെ പകുതി എഴുതി തന്നവര്. അതങ്ങനെയല്ല മോനെ. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ അറിയരുതെന്ന് ബാലേട്ടൻ യശോദമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ഞങ്ങളോട് പറഞ്ഞതാ. സ്വന്തം മക്കളായ ഞങ്ങളറിഞ്ഞ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. കിഷോറേട്ടാ, നിങ്ങൾ നല്ല മനുഷ്യനാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഇവർ പറ്റിച്ചത്. ഈ വീടിന്റെ പകുതി വിൽക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഞങ്ങളുടെ അച്ഛനും അമ്മക്ക് ഉണ്ടായിരുന്നില്ല. ശരി, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്?
ഞാൻ ഈ വീട് എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നിന്നെ അത് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്കും അറിയാം, എന്റെ ചേച്ചിക്കും അറിയാം. നീ അമ്മയെ പിടിച്ച് സെന്റി അടിക്കാൻ നിൽക്കണ്ട. നീ എന്താ പറഞ്ഞ? തെളിയിക്കാൻ പറ്റുമോ? ഞാൻ തെളിയിക്കും. ഇത് മാത്രമല്ല, നീ ആവണിയുടെ ഓഫീസിൽ കൊണ്ട പൈസ വെച്ചില്ലേ, എന്നിട്ട് അതെന്റെ തലയെക്കട്ട കെട്ടിവെച്ച്, അത് ഞാൻ തെളിയിക്കും. എന്നാ പിന്നെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കടാ. എടീ, നീ എൻ്റെ അമ്മയെ ചതിച്ച പോലെ നീ ആവണിനെ ചതിച്ച് അതെന്റെ തലയെ കൊണ്ടിട്ട്, അത് ഞാൻ തെളിയിക്കും. അതേ മോഹന, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തത്. ഇതല്ലേ നിനക്ക് എന്റെ വായിന്ന് കേൾക്കേണ്ടത്? ഇപ്പൊ തൃപ്തിയായോ? കേട്ടില്ല ആവണി? ഇവള് തന്നെയാണ് നിന്റെ ഓഫീസിൽ കൊണ്ട പൈസ വെച്ചത്. അത് അവള് തന്നെ പറഞ്ഞ നീ കേട്ടില്ലേ? വാവ്, നല്ല അടിപൊളി പെർഫോമൻസ്, കൊള്ളാം. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? കൈയടിച്ച് പാസ്സാക്ക്. അവൻ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തല്ലേ, കൈയടിക്കേ. നാണം ഉണ്ടാടാ നിനക്ക്? ഞാൻ ഇവിടെ വന്ന ദിവസം നീ തന്നെയല്ലേ പറഞ്ഞത് എന്റെ ചേച്ചിനെ കൊന്നത് ഈ നിൽക്കുന്ന ആവണിയാണെന്ന്? പിന്നെ അവള് ജോലിക്ക് പോകുന്നത് എന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നും നീ തന്നെയാണോ എന്നോട് പറഞ്ഞത്? നീ മറന്നാ പറഞ്ഞതൊക്കെ? എന്നിട്ട് അവന്റെ ഒരു വേഷം കെട്ടല്. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഈ നിൽക്കുന്ന ആവണിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന്? അത് മാത്രല്ല, നീ തന്നെയല്ലേ എന്റെ മുഖത്തോക്കി പറഞ്ഞത് മായ നിന്നെ കൊണ്ട് ആവണിയുടെ ജോലി കളയാൻ പറ്റില്ലെന്ന്? എന്താ മോഹന, നീ ഇതൊക്കെ മറന്നോ? കൊള്ളാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ആവനുടെ ജോലി കളഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് എന്റെ തലയെ കൊണ്ട് ചുമക്കുന്നോ? നീയാണ് ജോലി കളഞ്ഞെങ്കിൽ എടാ അത് അന്തസ്സോട് പറയണം. അതാണ് ആണത്തോന്ന് പറയുന്നത്. അല്ലാണ്ട് അവന്റെ ആവണി, നീ മായമ്മയെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇവനെ വിശ്വസിക്കരുത്. ഇവനാണ് കള്ളൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് എന്റെ ചേച്ചിയുടെ വീടോ സ്ഥലവും എന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞ് എഴുതി വാങ്ങണം? നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ കിഷോറിനോട് ചോദിച്ചു നോക്ക്. കിഷോർ സത്യം പറയും. ആവണി, നിന്റെ മുമ്പിൽ നല്ലവനാവാനാണ് ഇവൻ ഈ നാടകം എല്ലാം കളിക്കുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നീ തന്നെ നിന്റെ ഓഫീസിൽ പൈസ കൊണ്ടുവച്ച് നീ തന്നെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചതാണെന്ന് വരെ ഇവൻ രക്ഷപ്പെടാൻ പറയും. അത്രയ്ക്ക് സമനില തെറ്റി നടക്കവൻ. ഇവന്റെ വാക്ക് നീ വിശ്വസിക്കും? അല്ല, അങ്ങനെ അല്ല ആവണി, ഇവളാണ് ഇതെല്ലാം ചെയ്തത്. മതി, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ചീപ്പ് പരിപാടിയും കൊണ്ട് എന്റെ കൺമുന്നിൽ വരരുതെന്ന്. നിങ്ങൾ ഇനി എന്ത് തെളിയിക്കാനാണ്? ഇനി എന്താ ബാക്കിയുള്ളത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് എല്ലാം നേരിട്ട് കണ്ടതാ. അതിലും വലിയ തെളിവൊന്നും വേണ്ടല്ലോ. ചേട്ടൻ ചെയ്ത തെറ്റൊക്കെ ഏട്ടത്തിയോട് ഏറ്റു പറയും. ഏട്ടത്തി ചിലപ്പോൾ ക്ഷമിക്കായിരിക്കും. വെറുതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വെക്കല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പ്രകാശ. അഞ്ജു, നീയല്ലേ പറഞ്ഞത് ആവണിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന്? ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. എങ്ങനെ? അങ്ങനെയല്ല മായമ്മ,
അത്ര വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാ പോട്ടെ. മക്കളെ, നിങ്ങൾ മുകളിലോട്ട് ചെല്ലും. മായമ്മക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി മായമ്മ, പോട്ടെ. പോരാ മോഹന, പോരാ. നീ എന്ത് വിചാരിച്ച്? എന്നെ ദേഷ്യം പിടിപ്പിച്ച ആ ദേഷ്യത്തില് ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു വിചാരിച്ച എന്നെ നിനക്ക് തെറ്റി. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളല്ല ഈ മായ. ഓടാ ഓ, വന്നിരിക്കുന്നവന് വേഷം കിട്ടുമുണ്ട്. നല്ല ബെസ്റ്റ് ഐഡിയ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ലെന്ന്. എനിക്കും അത് തോന്നിയച്ചാ. എന്നിട്ട് മോ ഇതൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. അതപ്പ അച്ഛന്റെ കോൺഫിഡൻസ് കണ്ടപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്താ. എന്നിട്ടിപ്പോ എന്തായി? അച്ഛൻ തന്നെയാണ് ചെയ്തതെന്ന് ഇപ്പൊ വീണ്ടും തെളിഞ്ഞില്ലേ? അച്ഛാ, മായമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ? അവൾ പഠിച്ച കള്ളിയാടാ, അവൾക്ക് എല്ലാം മനസ്സിലായിരുന്നു. അതാ എന്റെ അടുത്ത് പറഞ്ഞത്. അച്ഛാ, എനിക്കിപ്പോ തോന്നുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആവൂന്നാ. എന്താ ഐഡിയ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അച്ഛൻ തെറ്റ് ചെയ്തെന്ന് അമ്മയോട് പറ. ഒരു മാപ്പം പറഞ്ഞേക്ക്. ചെലപ്പോ അമ്മ ക്ഷമിച്ചാലോ? എനിക്കും അത് നല്ല ഐഡിയ ആയിട്ടാ തോന്നുന്നു. എടാ, നീയല്ലേ പറഞ്ഞത് വർക്കാവില്ലെന്ന്? അതപ്പ ഇതിപ്പോ ഇപ്പൊ തൽക്കാലം ഒന്നിനും പോകണ്ട. ആ ഐഡിയ പാടി നിൽക്കല്ലേ, അതിന്റെ ക്ഷീണമൊന്ന് മാറിക്കോട്ടെ. ആ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ, അത് മതി. അച്ഛൻ സാഹചര്യ സന്ദർഭവും നോക്കി ചെയ്യേ. പക്ഷേ ചിലപ്പോ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അതച്ഛൻ മറക്കണ്ട. ഈ മോഹനേട്ടന് എന്തൊക്കെയാ ചേച്ചി കാട്ടിക്കൂട്ടുന്നേ? എന്ത് കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങേരുടെ ഒരു ഉദ്ദേശം നടക്കാനും പോകുന്നില്ല. ആ മായ്മ വന്നപ്പോ തന്നെ മോഹനേട്ടൻ ഓരോന്ന് പറഞ്ഞ അവരെ തിരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും മായ്മ ചേച്ചിയെ പൊന്നു പോലെ നോക്കിയേനെന്ന്. അപ്പൊ കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെ ചേച്ചിയോട് പെരുമാറുന്നേ? എന്നോടല്ലേ? നിന്നോടിപ്പോഴും ദേഷ്യം തന്നെയാണല്ലോ. എന്ത് പറഞ്ഞാലും നിന്റെ തറക്കെ കയറുന്നതാണല്ലോ. അതവരുടെ മോന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ, അല്ലാതെ എന്റെ പ്രശ്നമാണോ? അയ്യോ, ദേടി എന്റെ മക്കള് എത്ര നാളായി കണ്ടിട്ട്. എന്നെ അറിയോ? ഞാൻ നിങ്ങളുടെ അമ്മയാ. ഇത് നിങ്ങളുടെ കുഞ്ഞമ്മ. കണ്ടിട്ടുണ്ടോ എവിടെയും? അമ്മ കളിയാക്കാതെ. നീയൊക്കെ ഇപ്പോഴും എങ്ങനെയാടി നിന്റെയൊക്കെ അച്ഛനെ വിശ്വസിക്കുന്നത്? ഞാൻ അച്ഛനെ വിശ്വസിക്കുന്നത് നിർത്തി. ഞാൻ നിർത്തി. അയ്യോ, അതെന്തു പറ്റി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ ഞങ്ങളിപ്പോ അച്ഛനോട് പറഞ്ഞിട്ടാ വരുന്നത്. അമ്മയോട് എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് മാപ്പ് പറയേ. എന്നോട് ആരും ഒരു തെറ്റും ഏറ്റു പറയണ്ട, മാപ്പും പറയണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരെങ്കിലും സോറി പറയുമ്പോ നമ്മൾ ക്ഷമിക്കണ്ടേ അമ്മ? ആഹാ, വേണോ? വേണോടി? ആ, എന്നാലേ രണ്ടിനെ എടുത്തിട്ട് ഞാൻ രണ്ട് പൊട്ടിക്കാം. എന്നിട്ട് ഞാൻ സോറി പറയാം. എങ്ങനെയുണ്ട്? പറയട്ടാ? അയ്യോ, എല്ലാ സോറി നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. അമ്മ പതുക്കെ ക്ഷമിച്ചാ മതി. ഞങ്ങളെ തല്ലിയൊന്നും വേണ്ട, ഉപദേശിച്ചാ മതി. ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലേടാ? എന്നാ വാടാ, നമുക്ക് പോവാ. അമ്മ അത്ര നല്ല മൂഡിലല്ല. വാ. ഇപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങേരുടെ തനി സ്വഭാവം. എന്നാലും ചേച്ചി ഇത്രയും നാളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? കള്ളനാണെന്ന് മനസ്സിലാക്കാൻ വൈകി. അതുപോലെ അല്ലായിരുന്നോ സ്നേഹപ്രകടനം? ആ, അതൊക്കെ വിട്. എന്തായി നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്ന കാര്യം? അത് 2 ദിവസം കഴിഞ്ഞ ചേച്ചി. നിങ്ങളിത് എവിടെ പോയതാ? ഞങ്ങൾ ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോയതാ. കാര്യം? എന്ത് കാര്യം? അച്ഛാ,
നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തില്ലേ, അത് നല്ലപോലെ ആലോചിച്ച് സമയം വരുമ്പോൾ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഏത് മറ്റേ തെറ്റ് ചെയ്ത് ഞാൻ ഏറ്റെടുക്കണമെന്നാ? അത് തന്നെ. എന്താ ആ ഐഡിയ വർക്കൗട്ട് ആവില്ലേ? വർക്കൗട്ടൊക്കെ ആവും, പക്ഷേ അമ്മയ്ക്ക് ഇപ്പൊ അച്ഛനോട് നല്ല ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, അതുക്കും മേലെ. അതുകൊണ്ട് നല്ലതുപോലെ ആലോചന ശേഷം മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നീ പറഞ്ഞു വന്നത് ആവണി എന്നോട് ക്ഷമിക്കില്ല എന്നാണോ? നിലവിൽ അങ്ങനെയാ. അമ്മ ക്ഷമിക്കാനുള്ള യാതൊരു ചാൻസ് ഇല്ല അച്ഛാ. പിന്നെ ഇനി എന്ത് ചെയ്യും? അച്ഛൻ ടെൻഷൻ അടിക്കാതെ നമുക്ക് ആലോചിക്കാം അച്ഛാ. അതുവരെ അച്ഛൻ അമ്മയിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്ക്, എന്തെങ്കിലും വഴി ഒപ്പിക്കാം. വാടാ. പിന്നെ എനിക്കിനി എന്ത് നോക്കാൻ? അവൾ എന്തായാലും എന്നെ തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ പിന്നെ ഞാനാരീ കാത്തിരിക്കണേ? ഇതല്ല, ഇതിലും വലിയ നാടകം അവൻ കളിച്ചാലും എന്റെ വായന സത്യം അവൻ അറിയാൻ പോകുന്നില്ല. ആയേ, നമുക്ക് എന്തിനാ ഈ വീട്? തിരിച്ചെഴുതി കൊടുക്ക്. നമുക്ക് പോയി നമ്മുടെ ബിസിനസ് മര്യാദയ്ക്ക് നോക്കാം. കുറച്ചു മുമ്പ് ഞാൻ കിഷോറിനോട് ഇത് പറയാൻ വേണ്ടി ഇരുന്നതാണ്, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. അപ്പോഴാണ് അവൻ വീണ്ടും വന്നത്, ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന്. അവൻ തെളിയിക്കുമെന്ന്. എന്നാ പിന്നെ അവൻ തെളിയിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. അവൻ പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ? ഞാൻ എൻ്റെ ചേച്ചീനെയും ബാലേട്ടനെയും പറ്റിച്ചിട്ട് ഈ വീട് എഴുതി വാങ്ങിച്ചെന്നു. അതവൻ പറഞ്ഞു തീരും മുമ്പേ അവന്റെ ചെകിടത്തിൽ അവൻ പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെയും ഞാൻ വിചാരിച്ചു, കിഷോർ, വെറുതെ ഞാനായിട്ട് എന്തിനാ ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിലെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കണം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്തിനാ വെറുതെ പ്രശ്നം? അവനങ്ങനെ പറയാൻ കൊള്ളാവാ? അതെന്താ നിങ്ങൾ പറയാത്തത്? പെട്ടെന്ന് ഞാൻ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോയാ അവൻ ആവണെ പറഞ്ഞ് മനസ്സിലാക്കും ഞാനാണ് ഈ തെറ്റെല്ലാം ചെയ്തു കൂട്ടിയെന്ന്. എന്തിനാണ് അങ്ങനത്തെ ഒരു പാപം കൂടെ ഞാൻ വാങ്ങിച്ചു വെക്കണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ആവനോട് ദേഷ്യമില്ല. ആ കുഞ്ഞിനോട് എനിക്ക് അറിയാതെ ആണെങ്കിൽ ദേഷ്യം വന്നു, പക്ഷെ എനിക്ക് ആവണിനോടും ആ കുഞ്ഞിനോടും ഒരു ദേഷ്യമില്ല കിഷോർ, സ്നേഹം മാത്രമേ ഉള്ളൂ. കുഞ്ഞിനോട്? ആ, എനിക്ക് കുഞ്ഞിനോടും ആവനോടും ദേഷ്യമൊന്നുമില്ല. എന്തായാലും പോകാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചതല്ലേ, പെട്ടെന്നൊന്നും പോകണ്ട. ആവണിയുടെ പ്രസവമെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെയെല്ലാം കണ്ട് നമുക്ക് സമാധാനത്തിൽ പോവാം. ചേച്ചിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ചേച്ചിയുടെ സന്തോഷം അതായിരിക്കില്ലേ? ഈ കാര്യമായിട്ടാണ് അതൊക്കെ പറയുന്നത്? അതെന്താ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? കിഷോർ, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആവണിക്ക് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത സ്നേഹമെല്ലാം കൊടുക്കണം, ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ജോലി അതിനിപ്പോൾ തിരിച്ചു കിട്ടാൻ നല്ല പ്രയാസമാണ്. എന്നാലും കിഷോർ, ഞാൻ ശ്രമിക്കും. അത് അവളുടെ ഒരു സ്വപ്നമായിരുന്നില്ലേ? നന്നായി, ഇതെല്ലാം നമുക്ക്